മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ച് വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച സമിതിയുടെ നിർദ്ദേശം. സപ്ലിമെന്ററി അപേക്ഷകളുടെ എണ്ണം കൂടി പരിഗണിക്കണം എന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം അധിക ബാച്ചുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഗുഡ് മോർണിംഗ് റിനു ശ്രീധർ, എന്തൊക്കെയുണ്ട് രാവിലെ വിശേഷം? ഗുഡ് മോർണിംഗ് സുജയ. നല്ല വിശേഷങ്ങളാണ്. പ്രത്യേകിച്ചും രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് നല്ല വാർത്തകളും വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. വാർത്തകൾക്കൊപ്പം ഓടാൻ ആയി വരുന്നതേ ഉള്ളൂ നിലവിൽ. അതെ, അപ്പോൾ വാർത്തകൾ ഇങ്ങനെ ഉണർന്നു തുടങ്ങിയാണ്. റിനു, അപ്പോൾ +1 സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനൊരു പരിഹാര നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച സമിതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളിൽ പരിഗണിക്കണം, എന്നിട്ട് തീരുമാനമെടുക്കണമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോട് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം? സുജയ, നമുക്കറിയാം മലബാർ മേഖലയിലെ പ്രതിസന്ധി +1 സീറ്റുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായിരുന്നു. വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി, പ്രതിഷേധങ്ങളുണ്ടായി. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാഹനം വരെ തടഞ്ഞ് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി നിലവിൽ മലപ്പുറത്തെ സീറ്റിൽ പ്രതിസന്ധിയില്ല, സീറ്റ് നിരവധി പേർക്ക് ഒഴിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ള വാദമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ വാദത്തെ പൊളിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നിയമിച്ച 2-അംഗ സമിതി ശുപാർശയായി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം വലിയ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിയെ വരെ തടയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിലാണ് ഇക്കാര്യം പഠിക്കുവാൻ വേണ്ടി കൃത്യമായി തന്നെ 2-അംഗ സമിതിയെ നിയോഗിച്ചത്. 5-ാം തീയതി, അതായത് ഇന്നലെയാണ് ഈ സമിതി റിപ്പോർട്ട് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന തീയതിയായി നൽകിയിരുന്നത്, ഒരു ഡെഡ് ലൈനായി നൽകിയിരുന്നത്. തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് 2-അംഗ സമിതി ശുപാർശ നൽകിയിരിക്കുന്നത്. അധിക ബാച്ച് മലപ്പുറത്ത് മലബാർ മേഖലയിൽ അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ന്യായീകരണത്തെ പൊളിക്കുന്ന തരത്തിലുള്ള ഒരു ശുപാർശ എന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷേ സപ്ലിമെൻ്ററി അപേക്ഷകൾ കൂടി പരിഗണിച്ചിട്ടാകണം ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. എന്തായാലും മലബാർ മേഖലയിൽ അധിക ബാച്ച് വേണം എന്നുള്ളത് തന്നെയാണ് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. പക്ഷേ നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയോട് കൂടി, കാര്യം അത്രയും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഒരു പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ ഉണ്ടായ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ വരും ദിവസത്തിലെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയോട് കൂടി ആലോചിച്ചിട്ടായിരിക്കണം വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോവുക. എന്തായാലും മലബാർ മേഖലകളിൽ അടക്കം +1-ന് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത നിരവധി കുട്ടികളുണ്ട്. നമ്മൾ തന്നെ അക്കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. വിദ്യാർത്ഥികൾക്കൊപ്പം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിരന്തരം ഒരു പോരാട്ടം നടത്തിയ ഒരു മാധ്യമം കൂടിയാണ് നമ്മുടെ റിപ്പോർട്ടർ TV. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടി ഇതിൽ ഒന്ന് അഭിമാനിക്കേണ്ടിയിരിക്കുന്നു. കാര്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ന്യായീകരിച്ച് +1-ന് ധാരാളം സീറ്റുണ്ട്, ഒരു കുട്ടിക്കും സീറ്റ് ലഭിക്കാതെ പോകില്ല എന്ന് പറയുമ്പോഴും ഫുൾ A+ വാങ്ങിയ കുട്ടികൾ ഉൾപ്പെടെ സീറ്റ് ലഭിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം പ്രേക്ഷകരുടെ മുന്നിൽ നമ്മളും എത്തിച്ചിരുന്നു. തുടർന്നാണ് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്തരം ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നതും ഒരു വിദഗ്ധ സമിതിയെ, 2-അംഗ സമിതിയെ തീരുമാനിക്കും. ആ സമിതിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെ അതിലൊരു ഏകദേശ തീരുമാനം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് സുജയ.